ഞാൻ എന്റെ ആദ്യത്തെ ഫോറിൻ ട്രെയിൻ യാത്ര ചെയ്യാൻ പോവാണ്, അതും ശ്രീലങ്കയില്. അതെ, അയൽ രാജ്യത്ത്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്നത് എന്റെ പേര് എന്തൊരു മറദാനയോ? മറദാന എന്നൊരു റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ കയറാൻ വന്നിരിക്കുകയാണ്. നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന് പറഞ്ഞേ? ആക്ച്വലി പോകാൻ പോകുന്നത് ഗോൾ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അതായത് കോസ്റ്റൽ റെയിൽവേ ലൈനാണ്. അതായത് ഇവിടെ നമ്മുടെ കടൽ തീരത്തു കൂടിയുള്ള റെയിൽവേ ലൈനിലൂടെ നമ്മൾ ഏകദേശം 2 മണിക്കൂർ. പല റീലും കണ്ടിട്ടുണ്ടാവും. ഈയിടെ എല്ലാം ഭയങ്കര വൈറൽ റീല് കണ്ടിട്ടില്ല, ഇങ്ങനെ കടലിനടുത്തോടെ ട്രെയിനൊക്കെ പോകുന്ന കണ്ടിട്ടില്ലേ? അപ്പൊ അവിടാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പൊ ഈ മറദാന എന്ന് പറയുന്നത് ഇവിടുത്തെ കൊച്ചുവേളിയാ. സത്യം പറഞ്ഞാൽ കൊളംബോയ്ക്ക് അടുത്തുള്ളൊരു കൊച്ചുവേളി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ മറദാനാണ് മത്താര എന്ന സ്ഥലത്തോടാണ് ഈ ട്രെയിൻ പോകുന്നത്. അപ്പൊ സമയം 3 മണിയായി. 3:50 ട്രെയിൻ. നമുക്ക് നേരെ പോയി സീറ്റ് പിടിക്കണം. അപ്പൊ ടെക് ട്രാവലിന്റെ പുതിയ വീഡിയോയിലേക്ക്, അഭിജിത്ത് ഭക്തന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ടെക് ട്രാവലി ചാനലിലും അഭിജിത്ത് ഭക്തന്റെ ചാനലിലുമായിട്ടാണ് നമ്മൾ ഇത്തവണ വീഡിയോസ് ചെയ്യുന്നത്. എന്റെ ചാനലിലുണ്ടാവും ട്രെയിനിന്റെ കുറച്ച് ഹാർഡ് കോർ വീഡിയോസ് അഭിജിത്ത് ഭക്തന്റെ ചാനലിലും ഉണ്ടാവും. അറിയാവുന്നൊക്കെ പറഞ്ഞുതരാം. ഇവിടുത്തെ വലിയ പിടുത്തമൊന്നുമില്ല, എന്നാലും അറിയാവുന്നൊക്കെ പറഞ്ഞു. നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് നമ്മൾ ഒരു ഓട്ടോ എടുത്തിട്ട് ഈ മറദാന റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ഇവിടെ വരാൻ അറബിയോ? എവിടെ എവിടെ? അറബി എന്നാണ് ഞാൻ കേട്ടത്. സോറി, അറബി പൊട്ടിപ്പൊളിഞ്ഞ അറബിയാണ് ഗൈസ്. അറബി അല്ലടാ, ഇത് റോഡ് ഓവർ ബ്രിഡ്ജാ, റെയിൽവേ അല്ല, ഫുട് ഓവർ ബ്രിഡ്ജ്. നമ്മൾ ശരിക്കും ഈ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നത് ഇവിടെ നിന്നാണ് മത്താരയിലേക്കുള്ള ട്രെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കൊളംബോ ഫോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്നാണ് പോകുന്നത്. അപ്പൊ ഇവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ സീറ്റ് കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടേക്ക് വന്നത്. ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ അല്ല, നല്ല പഴക്കമുള്ള റെയിൽവേ സ്റ്റേഷനാണ്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ടിക്കറ്റ് എടുക്കണം. എവിടാ ടിക്കറ്റ് എടുക്കുന്നേ? നല്ല ലുക്ക് ഉണ്ട് കേട്ടോ. ആ വെള്ള പെയിന്റ് ഒക്കെ അടിച്ച ഒരു ആന്റിക് ലുക്ക് ആയിരിക്കും ഉറപ്പായിട്ടും. യെസ്, ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറൊക്കെ ഉണ്ട്. ഫുള്ള് തടി വെച്ച് പണിതിരിക്കുന്ന വെറൈറ്റി. കൊള്ളാം എന്തായാലും. ആ ടിക്കറ്റ് അടിക്കുന്ന മെഷീൻ കണ്ടില്ലേ? അത് കൊള്ളാമല്ലോ സംഭവം. ആ ടിക്കറ്റ് കാണിച്ചു കൊടുത്തേ. ആ പഴയ ടിക്കറ്റ് ആ കൊള്ളാം. മെഷീൻ കണ്ടോ നിങ്ങള്? ആ പഴയ സിസ്റ്റം ആണ് ഇവിടെ. നമ്മുടെ നാട്ടില് പണ്ട് കിട്ടുമായിരുന്നു ഈ സാധനം. ഇപ്പൊ ഇതൊന്നും ഇല്ല. ഇപ്പൊ ഫുള്ള് മറ്റേ ഇലക്ട്രോണിക് അല്ലേ. വേറെന്താ? ഓ, ഇത് നോക്കി, ഇതെല്ലാം പഴയത് തന്നെയാണ് എപ്പോഴും. ഡിജിറ്റൽ ആക്കിയിട്ടില്ല. അതായത് പ്ലാറ്റ്ഫോം ഇതെല്ലാം മാനുവലാണ്. ക്രിക്കറ്റിന് സ്കോർ കാർഡ് മാറ്റത്തില്ലേ, അതേപോലത്തെ സെറ്റപ്പ് ആണ് ഇവിടെ. ഇതുവരെ ആ നമ്പർ എടുത്ത് മാറ്റത്തേ ഉള്ളൂ. ഇപ്പൊ ഏത് പ്ലാറ്റ്ഫോം ആണെന്ന് ആ ഒരു സമയമാകുമ്പോ ടൈം സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ പരിപാടിയല്ലേ. അതെ, തെറി വിളിക്കവര്. ഈ സ്റ്റേഷനിൽ 10 പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പം 6 വരെ ഇങ്ങോട്ടും 7, 8, 9, 10 അങ്ങോട്ടാണ്. നമ്മുടെ ട്രെയിൻ 6ലാണ് കിടക്കുന്നത്. ഇവിടെ ശ്രീലങ്കയിൽ ഫുള്ള് ഡീസലാണ്. ഇവിടെ ഇലക്ട്രിക് പരിപാടിയൊന്നുമില്ല, ഫുള്ള് ഡീസലിൻ്റെ കളികളാണ്. അപ്പോൾ ഇവിടുത്തെ ട്രെയിനെല്ലാം ഡീസൽ എഞ്ചിനും പിന്നെ ഡെമു പോലത്തെ വണ്ടികളാണ് ഇവിടെ ഓടുന്ന കൂടുതലും. ഈ ടിക്കറ്റ് കണ്ടോ? ഇത് സെക്കൻഡ് ക്ലാസ് ടിക്കറ്റ് ആണേ. ഒരാൾക്ക് 500 ശ്രീലങ്കൻ രൂപയാണ് നമുക്ക് ചാർജ് വരുന്നത്. ഗോൾ എന്ന് പറയുന്ന സ്ഥലം വരെ. GALLE, അത് നമുക്ക് ഗല്ലെന്നോ ഗോളെന്നോ പറയും. ഒരു ഗോളെന്നാണ് പ്രൊനൗൺസ് ചെയ്യുന്നത്. 500 രൂപ ഒരാൾക്ക്. 2 പേർക്ക് 1000 രൂപ. 1000 രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ 250 രൂപ വരും. ഇവിടെ ഒരു ഡെമോ വരുന്നുണ്ടോ? ഡെമോ ആണോ? ഇത് ഡെമോ ആണ് ആയിരിക്കും. അറിയില്ല, ഇനി സ്കിപ്പാണോ? സ്കിപ്പ് പോലെ ആയിരിക്കും ഇവിടത്തെ. നമ്മുടെ നാട്ടിലെ ഡെമു തന്നെയാണ് സംഭവം. ഇത് നല്ല പഴക്കമുള്ളതാണ്. ഇതെനിക്ക് തോന്നുന്നു ഇവിടെ പിടിച്ചിട്ടിരിക്കുക. സിഗ്നൽ ഉണ്ടോ? റെഡാണ് അവിടെ. ഇത് ഇങ്ങനെ ഇവിടെ സ്റ്റോപ്പില്ലാത്ത വണ്ടിയാണ്. അപ്പോൾ ഇതിവിടെ പിടിച്ചിട്ടേക്കുമത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന 6ാമത്തെ പ്ലാറ്റ്ഫോമിലാണ്. ഇവിടെയാണ് നമ്മുടെ വണ്ടി വരുന്നത്. വണ്ടി ഏതാണെന്നൊന്നും അറിയത്തില്ല, നമുക്ക് നോക്കാം. നമുക്ക് അങ്ങോട്ട് പോകാനുള്ള വണ്ടി ഇങ്ങനത്തെ വണ്ടി തന്നെ ആയിരിക്കും. സിനിമ കാണുന്ന പോലെ തന്നെ പഴഞ്ചൻ ട്രെയിനുകളാണ്, പക്ഷെ ലുക്കാണ്. ഇങ്ങനത്തെ വണ്ടിയാണ് ആ ഭാഗത്തോട്ട് പോകുന്നത്. അതെ. ഈ കിടക്കുന്ന ഡെമു നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഡെമു ആണ്. S11 എന്നാണ് ഈ ഡെമുവിന്റെ പേര്. ഇവിടെ S11, S13 അങ്ങനെ പല ടൈപ്പ് ഡെമു ഉണ്ട്. അപ്പോൾ ഇത് ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ ശ്രീലങ്കൻ റെയിൽവേസിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഇവരുണ്ടാക്കിയിട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ഡെമു ആണിത്. ചെന്നൈയിൽ ഉണ്ടാക്കുന്ന റേക്കാണ് ഇതൊക്കെ ഡെമു. ഈ S11 കുറച്ച് പഴയതാണ്. S13 ഉണ്ട്, അത് കുറച്ചുകൂടെ ലുക്കാണ്. ഇത് S11 നമ്മുടെ അടുത്ത പോലെ സെയിം തന്നെ, പക്ഷെ ലുക്കിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇത് ചെന്നൈയിൽ ഉണ്ടാക്കുന്ന ഇത് കേട്ടോ. ഇതോ? ഇത് ഈ കൊളംബോ ടു മത്താര റൂട്ടിൽ മാത്രമുള്ള S11 എന്ന ഡെമോ ഉള്ളത്.
അപ്പൊ നമ്മൾ പോകുന്നത് ഇങ്ങനത്തെ വണ്ടിയിലാണോ? ഇങ്ങനത്തെ വണ്ടിയിലായിരിക്കും. നമുക്ക് സെക്കൻഡ് ക്ലാസ് ടിക്കറ്റാ പുള്ളി തന്നത്. ആണോ? ഇവിടെ തേർഡ് ക്ലാസ്സും ഉണ്ട്. അതിലും കുറവുണ്ടല്ലേ? അതിലും റേറ്റ് കുറവായിരിക്കും. അപ്പൊ ടോപ്പ് ഏതാ? സെക്കൻഡ് ക്ലാസ് ആണോ? അല്ലല്ല, ഇവിടെ സെക്കൻഡ് ക്ലാസ് ഉണ്ട്, തേർഡ് ക്ലാസ് ഉണ്ട്, പിന്നെ ഫസ്റ്റ് ക്ലാസ് ഉണ്ട്, ഫസ്റ്റ് ക്ലാസ്സും കാണും, പിന്നെ AC ഉണ്ട്. അതെ നമുക്ക് S13 വരുന്നത് കേട്ടോ. കൊള്ളാം. അപ്പുറത്തെ സാധനം എടുത്തോണ്ട് പോകുന്നുണ്ട്, പുകയൊക്കെ വരുന്നത്. ഇതിനെന്താ പുകയില്ലാത്ത? ഇതിന് പുകയില്ല, ഇത് ഡെമോ അല്ലേ? ഇത് പൊളിച്ചു പോലെ. അല്ല ഇത് S9. പൊളി. ഇത് മറ്റേ മെട്രോ പോലത്തെ സീറ്റിംഗ് ആണല്ലോ. ഇത് ഏത് വണ്ടിയാ നോക്കിട്ട് കയറണം. ഇവിടുന്ന് സ്കിപ്പ് ചെയ്ത് പോകുന്ന വണ്ടിയാണോ അതോ ഇവിടെ തുടങ്ങുന്നതാണോ അറിയത്തില്ല, നമുക്ക് നോക്കണം. ഇതെല്ലാം ഞങ്ങൾ പോകുന്ന വണ്ടി. ഇത് ഇവിടെ സ്റ്റോപ്പുള്ള വണ്ടിയാണ്. നമ്മുടെ വണ്ടി ഇതിലായിട്ട് വന്നിട്ടില്ല. ഇത് നമ്മുടെ വണ്ടിക്കുള്ള ആളാണ്, ആർക്കറിയാം. എല്ലാം പഴയ സെറ്റപ്പാണ്. ഇവരിത് അറിഞ്ഞോണ്ടെങ്കിലും വെച്ചേക്കുന്നതാണോ ആന്റിക് ഫീല് വരാൻ വേണ്ടിട്ട്? അറിയില്ല എന്താന്ന്. നമ്മുടെ തന്നെ ആണെന്ന് ആർക്കറിയാം. ഇത് കൊറേ ആണോ? നമുക്ക് പോകേണ്ട വണ്ടിയാണ് താണ്ടി വരുന്നത്. ഇത് തന്നെ ആയിരിക്കും. ഇതാ S13. ആരുമില്ല, വേഗം കേറിക്കോ. എവിടാ കാണുന്നില്ല. അയ്യോ ഒന്നും പറയണ്ട. ഞാൻ എവിടെന്നോ കേറി, എനിക്കറിയത്തില്ല. ആൾക്കാർ എന്നെ തള്ളി അങ്ങ് വിടുവായിരുന്നു. നീ തന്നെ കേറിയില്ല, അവര് തന്നെ കയറ്റിയല്ലേ. നമ്മൾ ലെഫ്റ്റ് സൈഡിലാ സീറ്റ് പിടിച്ച. സോറി, അബദ്ധമായി പോയി. ഇരുന്നു. ഇവിടെ കേറി കഴിഞ്ഞാൽ ഈ ട്രെയിനിലെ റൈറ്റ് സൈഡ് ഇത് പൊക്കി വെക്കാം. പൊക്കാൻ പറ്റും. ഇവിടെ എല്ലാം പൊക്കാൻ പറ്റും. ആ ചെക്കൻ പൊക്കി തരും, നോക്ക്. കണ്ടാ? ഓ, താങ്ക് യു സോ മച്ച്. വാട്ട്സ് യുവർ നെയിം? Naziham. Nice meeting you. What's your name? Yusuf. You're going to school? Which class? Sixth. You? Ninth. Nice meeting you. Yes. ഈ ട്രെയിനിൽ കയറി കഴിഞ്ഞാല് വലതുവശത്താട്ടോ നമ്മളിരിക്കേണ്ടത്. ഇവിടെ മേളില് ഫാനൊക്കെ ഉണ്ട്. കേറി വരുമ്പോ തന്നെ ഇടിയാണ്. നമ്മളെ വേഗം കേറി ഇരുന്നോണം, അല്ലെങ്കിൽ പോയി പിന്നെ കിട്ടൂല. ടൈമിംഗ് പക്കയായിരുന്നു. പിന്നെ കിട്ടത്തില്ല. വേഗം കയറി ഇരുന്നോ. ടൈമിംഗ് പക്കയായിരുന്നു. അതെ കറക്റ്റ് ടൈമിംഗ് ആണ്. ഇവിടെ ഡോറിന്റെ അടുത്തൊക്കെ പോയി യാത്ര ചെയ്യുക. പ്രശ്നമൊന്നുമില്ല. നമ്മുടെ പ്രശ്നം എഴുതിയിരിക്കുന്നതാണ് മാനുഫാക്ചർഡ് ബൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറി ചെന്നൈ, ഇന്ത്യ. ചെന്നൈയിൽ ഉണ്ടാക്കുന്നതാണ് ഇതെല്ലാം. അതേ ഫാക്ടറി തന്നെ. ഇത് ശ്രീലങ്കയ്ക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഡിസൈൻ ഒക്കെ വേറെയാ. അതെ, സ്പെഷ്യൽ ഉണ്ടാക്കുന്ന. അതെ. ഞങ്ങളുടെ സീറ്റ് ഉള്ളത് സെക്കൻഡ് ക്ലാസ്സിലാണ്. ഇതാണ് തേർഡ് ക്ലാസ്. തേർഡ് ക്ലാസ് എന്ന് പറയുമ്പോൾ 3/2 സീറ്റിംഗ് ആണ്. കണ്ടോ, ഇവിടെ ഫുള്ള് ബ്ലൂ കളറാണ്. നമ്മളവിടെ ഒരു ബ്രൗൺ കളർ സീറ്റിംഗ് ആണുള്ളത്. ഇവിടെ ഫുള്ള് ബ്ലൂ ആണ്. ഇതിൻ്റെ ബാത്റൂം നോക്കാം. നോക്കിയേ, എൻ്റെ പൊന്നെ, വെസ്റ്റേൺ സ്റ്റൈൽ ടോയ്ലറ്റ്. പൊളി. നമ്മുടെ നാട്ടിലെ ഡെമൂല മെമൂല പോലും ഇതില്ല, മനസ്സിലായോ? നമ്മുടെ നാട്ടിലെ ഡെമൂല മെമൂല പോലും വെസ്റ്റേൺ സ്റ്റൈൽ ടോയ്ലറ്റ് ഇല്ല. ഇന്ത്യൻ ആണ് ഇത്. കേട്ടോ, വെസ്റ്റേൺ. അതാണ് ശ്രീലങ്ക. നമ്മളെന്താ അങ്ങനെ ചെയ്യാത്തെ? നമുക്ക് വേണ്ടാത്തോണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ കോച്ച് സെക്കൻഡ് ക്ലാസ്. സെക്കൻഡ് ക്ലാസ്സിൽ ഇങ്ങനെ 2/2 സീറ്റിംഗ് ആണ് വരുന്നത് ഫുള്ള്. ഇവിടെ ശ്രീലങ്കയിൽ ഫുള്ള് ബ്രോഡ് ഗേജ് ആണ്. മീറ്റർ ഗേജ്, നാരോ ഗേജ് ഒന്നുമില്ല, ഫുള്ള് ബ്രോഡ് ഗേജ് ആണ്. ഇപ്പോൾ ഇവിടെ സ്റ്റേഷനിൽ ഇപ്പോഴും മറ്റേ പഴയ തടിയുടെ സ്ലീപ്പറാണ് ഇപ്പോഴുള്ളത്. ഈ സാധനത്തിന്, ഈ ട്രാക്കിന് സപ്പോർട്ട് ചെയ്യുന്ന ഈ സാധനത്തിന് പറയുന്നത് സ്ലീപ്പർ എന്നാണ്. ഇപ്പോഴും പഴയ ആ തടിയുടെ സ്ലീപ്പറാണ് ഉള്ളത്. കോൺക്രീറ്റിൻ്റെ കൊണ്ട് വെച്ചിട്ടാണ് ഇടാൻ വേണ്ടിയിട്ട്, പക്ഷെ ഇപ്പോഴും തടിയുടെയാണുള്ളത്. ഈ റൈറ്റ്സ് എന്നൊരു സംഭവം വഴിയാണ് ശരിക്കും ഈ ICCന്ന് ശ്രീലങ്കയിലേക്ക് കോച്ച് ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നതൊക്കെ. റൈറ്റ്സ്. നമ്മുടെ വണ്ടി ഇപ്പോൾ ഏകദേശം വിടാറായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ട് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സൊക്കെ, പോലീസുകാരുണ്ട്, RPF ഉണ്ട് ഇവിടെ സ്റ്റേഷനിൽ.
വണ്ടിയാണ്, എങ്ങോട്ടുള്ള വണ്ടിയാണെന്നൊന്നും അറിയത്തില്ല. നല്ല ആ കോച്ചൊക്കെ കിടന്ന് കുലുങ്ങുന്ന കണ്ടില്ലേ. ഈ സീറ്റിന് പുഷ് ബാക്ക് ഒക്കെ ഉണ്ട്. പുഷ് ബാക്കാ? ഇത് കണ്ടോ നോക്ക്. എന്റെ പൊന്നെ, ഇങ്ങനെ പുഷ് ബാക്ക് ചെയ്തിരിക്കാം. ഷോ നമ്മള് ഈ സ്റ്റേഷനിൽ നിന്ന് 3:40 നമ്മുടെ ട്രെയിൻ വിടുന്നത്. നമുക്ക് ഗൂഗിൾ മാപ്പിൽ ഇങ്ങനെ കാണാൻ പറ്റും. അതെ അതെ, ഇത് നമ്മുടെ അവിടെ കാണത്തില്ല. ഗൂഗിൾ മാപ്പിൽ അത് എങ്ങനെ കാണിച്ചു കൊടുക്കുന്നത് പറഞ്ഞേ. അതായത് നമ്മള് സ്റ്റേഷൻ ഉണ്ടല്ലോ, ഡയറക്ഷൻസ് കൊടുക്കണം. ഇല്ലില്ല, ഡയറക്ഷൻസ് എടുക്കണം. സ്റ്റേഷനിൽ ക്ലിക്ക് ചെയ്താലും കാണാൻ പറ്റും. അല്ലെങ്കിൽ ഡയറക്ഷൻസ് എടുത്താൽ മതി. ഇപ്പൊ ഗോൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കല്ലേ നമ്മൾ പോകുന്നത്. ഗല്ല് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കിനും ഡയറക്ഷൻ കൊടുത്തു കഴിയുമ്പോഴത്തേക്കിനും ട്രെയിനിന്റെ പബ്ലിക് ട്രാൻസ്പോർട്ട് എടുക്കുക. അന്നേരം ഇതിനകത്ത് ട്രെയിന് ബസ്സൊക്കെ കാണിക്കും. അപ്പൊ ഈ ട്രെയിൻ ഇങ്ങനെ കാണിക്കും. ഇപ്പൊ ഇനി അടുത്ത ട്രെയിൻ 4:20 ഉള്ളത്. അത് കഴിഞ്ഞ് ഓരോ മണിക്കൂറിലുമാണ് ഗോൾ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കുള്ള റെയിൽവേ സ്റ്റേഷനുണ്ട് ട്രെയിൻ ഉള്ളത്. അപ്പൊ ഇത് ഫോർട്ടിൽ പോയിട്ട് ഫോർട്ടിന്ന് ഈ പറഞ്ഞ 6 സ്റ്റോപ്പ് എല്ലാം കഴിഞ്ഞ് വൈകിട്ട് 6:30 അല്ല, ശരിക്കും നമ്മുടെ ട്രെയിൻ 3:40 ഇട്ട് കഴിഞ്ഞാൽ 4:40 5:40 നമുക്ക് ഗോൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുന്നതെന്ന് പറയുന്നത്. ഇവിടുത്തെ ട്രെയിനിന് എത്രത്തോളം പങ്ക്ച്വാലിറ്റി ഉണ്ടെന്ന് ഇവിടെ നോക്കാം. 130 കിലോമീറ്റർ എങ്ങാണ്ടുണ്ട് ബൈ റോഡ്. ഞാൻ മാപ്പിൽ നോക്കിയപ്പോ 2 മണിക്കൂറേ ഉള്ളൂ 125 കിലോമീറ്ററിന്. എക്സ്പ്രസ് ഹൈവേ ആയിരിക്കും. അത്രയും മതി ലോക്കൽ ട്രെയിൻ. നമ്മുടെ ICFR ഉണ്ടാക്കുന്ന റേക്കാണ്. എന്നാൽ പിന്നെ അവർക്ക് ഇത് നമ്മുടെ വണ്ടിക്കും കൊടുത്തുകൂടെ ഇങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ, പുഷ് ബാക്ക് സീറ്റും ടോയ്ലറ്റും ഒക്കെ. അത് ശരിയാ. എന്തായാലും നമ്മളങ്ങനെയൊന്നും പറയാറില്ല. അതെ അതെ, അതായിരിക്കും. ഇവിടെ എല്ലാം ട്രെയിൻ സെറ്റ് ആണ്. ട്രെയിൻ സെറ്റ് എന്ന് പറയുമ്പോൾ നല്ലപോലെ സ്പീഡ് എടുക്കും. ഈ ലോക്ക് വെച്ച് ഓടുന്ന വണ്ടിയെക്കാട്ട് നല്ല ആക്സിലേഷൻ കിട്ടും ട്രെയിൻ സെറ്റിന്. അതെ 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 അതെ. പിന്നെ അതെല്ലാം മാറും. നമ്മുടെ നാട്ടിൽ സാധാരണ ട്രെയിനുകൾ ഇപ്പൊ ഇറക്കുന്നില്ലല്ലോ. ഇല്ല, കുറവാ. പ്രൊഡക്ഷൻ കുറഞ്ഞിപ്പോ. ഇപ്പൊ കൂടുതലും വന്ദേ ഭാരത് പ്രൊഡക്ഷനാ കൂടുതലും ഉള്ളത്. എന്നാലും ജനശതാബ്ദിക്ക് റേക്ക് വേണം പുതിയത്. അത് പറ്റത്തില്ല. ഇവിടെ ശ്രീലങ്കയിലെ ലോക്കൽ ട്രെയിൻ ഇവിടത്തെ സാധാ ട്രെയിൻ കണ്ടോ. നമ്മുടെ ജനശതാബ്ദിയൊക്കെ ഒന്നും മാറ്റുമോ? നാണമുണ്ടോ? ഉളുപ്പുണ്ടോ? നമ്മുടെ വണ്ടി എങ്ങനെ മറദാനയല്ലേ? എനിക്ക് എപ്പോഴും പേര് മറന്നു. മറദാന സ്റ്റേഷനിൽ നിന്ന് വിട്ടിരിക്കുകയാണ്. ഏതാ മറുദാനി? ആ പാട്ട് എനിക്കറിയാ വായി വരുന്ന മറുദാനി. AC കൊണ്ട് ഡെമോ പോയതിപ്പോ. ഡെമോന്റെ പേര്. അതെ കണ്ട. ഇത് എനിക്ക് തോന്നുന്നു യാടോ വല്ലതായിരിക്കും ഇവിടത്തെ. ഇത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഇവിടത്തെ കൊച്ചുവേളിയാണ് കണ്ടോ. നമ്മളെ കൊടമ്പോയിലെ കൊച്ചുവേളിയാണ് ഈ മറദാനി. ഷോ എന്റെ ദൈവമേ. എത്ര 5 മിനിറ്റ് കൊണ്ട് കൊളംബോ എത്തി അല്ലേ? കൊളംബോ എത്തി. അതെ അതെ, സീറ്റ് കിട്ടത്തില്ല. സീറ്റ് കിട്ടത്തില്ലായിരുന്നു. ഇവിടെ തിരക്കായിരിക്കും ഇപ്പൊ. നോക്കിക്കാണേ, നല്ല തിരക്കായിരിക്കും ഇപ്പൊ. ഇവിടെ മറ്റേ ഷെഡാണ് കണ്ടോ, മുകളിലെ ഷെഡാണ്. അയ്യോ ട്രെയിൻ പൊന്നെ, എന്തോരം ട്രെയിനാണ്. അടുത്ത നല്ല നല്ല ഒട്ടും ഗ്യാപ്പില്ല. വണ്ടി നിർത്തിയില്ല, അതിന് മുമ്പ് ആൾക്കാർ കയറാൻ തുടങ്ങി. നമ്മള് സെക്കൻഡ് ക്ലാസ്സിലാണ് കയറിയിരിക്കുന്നത്. എന്നാലും തിരക്കാവും. തേർഡ് ക്ലാസ് ടിക്കറ്റ് വെച്ചിട്ട് സെക്കൻഡ് ക്ലാസ് യാത്ര ചെയ്യാൻ പാടില്ല. ഇവിടെ TT വന്നോ? TT ഒക്കെ വരുമോ? അറിയില്ല. സ്കാഡൊക്കെ ഉണ്ടാവും എന്തായാലും. അതുകൊണ്ട് RPF ഇരിക്കുന്നു. RPF ഉണ്ട് ഇവിടെ. റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. വണ്ടിയെല്ലാം കറക്റ്റ് ടൈമാണ്. 3:50 നമ്മുടെ വണ്ടി ഇവിടെ കൊളംബോ ഫോർട്ടി നിർത്തും. പക്ക ടൈമിംഗ് ആണ്.
ഗ്ലാസ് ഒക്കെ കണ്ടില്ലേ, മറ്റേ ബാരിയർ പോലത്തെ സാധനമാണ്. കടലുണ്ടോ? കടലുണ്ട്. കടല് നോക്ക്, ഇനി ഫുള്ള് കടലാണ്. കടലിനടുത്തുള്ള ഏതോ ഒരു റെയിൽവേ സ്റ്റേഷനാ. പുളി. കോസ്റ്റൽ റെയിൽവേ എന്ന് പറഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചോ? നമ്മുടെ കോസ്റ്റൽ റെയിൽവേ എന്ന് പറയുമ്പോ മറ്റേ കൊങ്കൺ റെയിൽവേ ഒക്കെയാണ്. ഇത് അങ്ങോട്ട് ഇനി ഒരു 2-2.5-3 മണിക്കൂർ അങ്ങ് മത്താര വരെ ഇതേപോലെയാണ്. ഒന്നും പറയല്ല, ഇവിടെ പറഞ്ഞ എല്ലാരും കേട്ടോ. ലാക്കഡി സീ ആണിത്. ആണല്ലേ? ഇവിടുന്ന് നേരെ ബോട്ട് എടുത്ത് പോയി കഴിഞ്ഞാൽ അങ്ങ് നാഗർകോവിലെത്താം. വളരെ അടുത്തല്ലേ? ഇതിങ്ങനെ പോവാം. ചെറിയ പൈസക്ക് നമുക്ക് ഇങ്ങനെ കടലൊക്കെ കണ്ട് ആസ്വദിച്ച്. ഇത് വൈകിട്ടാകുമ്പോ കടല് കയറി വന്ന് കോസ്റ്റൽ ലൈൻ എന്നാ പറയുന്നത്. അതെ, കോസ്റ്റൽ ലൈന്, പിന്നെ മെയിൻ ലൈന്, അങ്ങനെ കുറെ ലൈൻ ഉണ്ട് ഇവിടെ. ഹില്ലി ഏരിയ ഉണ്ട്. നമ്മുടെ മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിലേക്ക് ട്രെയിൻ ഉണ്ട്. ഈ ദൂദ്സാഗർ ഒക്കെ പോയ പോലെ കണ്ടറപ്പാലം പോലത്തെ അതിൽ കൂടെ ട്രെയിൻ പോകുന്നൊക്കെ റീല് കണ്ടിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ ആ ഭാഗമാണ്. ഇനിയിപ്പോ കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും വേണമെങ്കിൽ തെര അടിച്ച് നിന്റെ മുഖമൊക്കെ നനയും. അത്രയ്ക്ക് ഡബിൾ ലൈനാ കണ്ടില്ലേ? ഡബിൾ ലൈനാണ്. നമ്മുടെ ആലപ്പുഴ റൂട്ടൊക്കെ എന്തോ അപ്പൊ അവിടെ എപ്പോഴും നമുക്ക് സിംഗിൾ ലൈനാണ്. ഇതാണ് ശ്രീലങ്ക. അടിപൊളിയല്ലേ? അടിപൊളി സെറ്റപ്പാ. ട്രെയിനിന്റെ മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 60 ആണ്. 60 മണ്ടയ്ക്കൊന്നും ഇവിടെ ട്രെയിൻ പോകത്തില്ല. പക്ഷെ നല്ല അടിപൊളി ട്രാൻസ്പോർട്ടൊക്കെ നല്ല രസമല്ലേ കേൾക്കാൻ. വണ്ടിക്ക് എങ്ങും സ്റ്റോപ്പ് ഇല്ലെന്ന് തോന്നുന്നു. എല്ലായിടത്തും സ്കിപ്പ് അടിച്ചാ പോകുന്നത്. പറഞ്ഞി വണ്ടി വിട്ടിട്ട് 1 മണിക്കൂറിന് ശേഷമാണ് ആദ്യത്തെ സ്റ്റോപ്പ്. എത്ര സ്റ്റേഷൻ സ്കിപ്പ് ചെയ്തെന്നറിയോ? നിർത്തിയില്ല. എങ്ങനെ നിർത്തിയില്ല? ആദ്യത്തെ സ്റ്റോപ്പ് ചെയ്യണ്ടേ 1 മണിക്കൂർ. കലുത്തറയോ നല്ല ഉറക്കമായിരുന്നു. ഞാൻ ഒരു 1/4 മണിക്കൂറിന് മേലെ ഉറങ്ങി. നമ്മുടെ അടുത്ത് പല ചായ ഒന്നും കൊണ്ടെടുത്തില്ലല്ലേ? ചായ അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. സമൂസ വട അവിടെ ഉണ്ടാക്കേണ്ട. അതെ വേണ്ട. Where are you going? Veligam. You are going to? Veligam. Okay. You going to your house? Yes. Oh, you came to Colombo? Yes. Okay. ഇത് എത്ര ബീച്ചാണ് അവിടെ? പറഞ്ഞ ബീച്ചാണല്ലോ, മൊത്തം ബീച്ചാണ്. എത്ര ബീച്ചുകളാണ് നമ്മളിങ്ങനെ കാണുന്നത്. ബീച്ചിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ പോകുന്നത്.
കടൽ തീരത്തിന് ഇപ്പുറത്ത് റോഡിന്റെ ഇപ്പുറത്തായി നമ്മുടെ ട്രാക്ക്. ഇങ്ങനെ മാറി മാറി വരും. ഒത്തിരി ബീച്ചുകളും റിസോർട്ടുകളും അങ്ങനെ കുറേ സംഭവങ്ങൾ കണ്ടു കേട്ടോ നമ്മള്. കടൽ ശരിക്കും എന്ത് റഫാണെന്നറിയോ ഇവിടെ പല സ്ഥലത്തും. ഈ ട്രെയിനിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ കടൽ കണ്ട് ബോറടിക്കും. അമ്മാതിരി കടലാണ്. കടലിന്റെ സൈഡിൽ കൂടെയാണ് ഫുള്ള് പോകുന്നത്. അതാണ് നീ ഇപ്പുറത്ത് വന്നിരുന്നേ. ഞങ്ങളിവിടെ അലുത്ഗമ എന്നല്ല സ്റ്റേഷന്റെ പേര്. അവിടെ ഇറങ്ങുവാണ്. ബോറടിച്ചു. അപ്പൊ ഇങ്ങനെ ഗാല വരെ പോകുന്നില്ല. ഇറങ്ങാം. വരുന്നില്ലേ? പോവാ. ഞാൻ കല്ലേ പോയിട്ട് വരാം. ഗല്ല പൊക്കോ. മതി. ബോറടിക്ക കേട്ടോ. പ്ലാറ്റ്ഫോമിന് ഗ്യാപ്പ് ഒക്കെ ഉണ്ടല്ലേ. വേഗം ഇറങ്ങിക്കോ. അമ്മേ ബൈ 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 ബൈ. What's your YouTube channel name? Tech Travel It. You have? ഞാൻ അടിച്ചു കൊടുത്തായിരുന്നു അവർക്ക്. നമ്മളിനി തിരിച്ചു പോലെ ടിക്കറ്റ് എടുക്കണം. അളുത്തുകാമ നല്ല ഉണ്ണിയപ്പം കിട്ടും. എനിക്ക് മറ്റേ പണിയാരം മുളക് ബജ്ജിക്കട ഉണ്ടോ നോക്കാം. ഇതൊരു ഗ്രാമമാ. തിരിച്ചു പോവാൻ വണ്ടി കിട്ടില്ല. എന്ത് ചെയ്യും? വേറെ ബസ്സൊന്നും കിട്ടൂല കേട്ടാ. ട്രെയിന് പോവാം. ടിക്കറ്റ് കിട്ടോ നോക്കാം. ബാ. ട്രെയിനൊക്കെ ഉണ്ടാവും. ട്രെയിൻ ഉണ്ടെന്നാണ് പറഞ്ഞത്. നോക്കാം. അപ്പൊ ഈ വണ്ടി വിട്ട് ഇവിടുന്ന് ടാറ്റ ബൈ. ഇവർ ഈ RPF-കാരാണ് ഇതിനകത്ത് ടിക്കറ്റ് നോക്കുന്നത് കേട്ടോ. നമ്മുടെ ടിക്കറ്റ് വന്ന് ഇവർ നോക്കിയാണ്. TT ഒന്നുമില്ല, RPF-കാരാ. AC ഫസ്റ്റ് ക്ലാസ്സോ? കൊള്ളാലോ. AC കണ്ടല്ലേ? AC കണ്ടല്ലോ. പൊളിയുള്ള നമ്മുടെ AC ചേർക്കാറ് പോലത്തെ വേണ്ട. പൊളി. ഇതങ്ങനാ. ഇത് നമ്മുടെ അവിടെ അത് തന്നെയാ. 16 കോച്ചാണ് മൊത്തം. അപ്പൊ ഇത് 8 കാറിന്റെ ഒരു സെറ്റ് ആയിട്ടാ വരുന്നത്. ബൈ. അളുത്തുഗാമ. ഇവിടെ ഗാമയായിട്ട് വല്ല ബന്ധമുണ്ടോ? തിരിച്ചു പോകാൻ ടിക്കറ്റ് എടുക്കണ്ടേ? ഇനി വണ്ടി ഉണ്ടോ ആദ്യം ചോദിക്കാം അവരോട്. അല്ല ഇവിടെ നമുക്ക് പാവിരിച്ച് കിടക്കാം. ഹോം സ്റ്റേ വല്ല കിട്ടോ നോക്കാം. ഇതെന്ത് എഴുതിയിരിക്കുന്നു ഇവിടെ? ഇവിടെ ഒരു അതായത് ഇന്ത്യ ശ്രീലങ്ക ഫ്രണ്ട്ഷിപ്പ് ആണ്. കണ്ടില്ലേ? ഇതിവിടെ എഴുതിയിരിക്കുന്നുണ്ടല്ലോ. അതായത് ഈ നമ്മളിപ്പോ ഉള്ളത് ശരിക്കും സദേൺ പ്രൊവിൻസിന്റെ അറ്റത്താണ്. ഇത് ബോർഡറാ. ഇവിടെ ഒരു പാലമുണ്ട്. ആ പാലത്തിനപ്പുറം സദേൺ പ്രൊവിൻസ്, നമ്മള് വെസ്റ്റേൺ പ്രൊവിൻസ് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ വെസ്റ്റേൺ പ്രൊവിൻസിൽ നിന്നാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞാൽ അങ്ങോട്ട് സദേൺ പ്രൊവിൻസ് ആണ്. അപ്പോൾ ഈ ഭാഗത്ത് അതായത് അപ്ഗ്രേഡഡ് കോസ്റ്റൽ റെയിൽവേ ട്രാക്ക് ബിറ്റ്വീൻ കലുത്തറ സൗത്ത് ആൻഡ് ഗോൾ അണ്ടർ ദ ഇന്ത്യൻ ലൈൻ ഓഫ് ക്രെഡിറ്റ് ബൈ ശ്രീലങ്കൻ റെയിൽവേസ് ആൻഡ് ഇർക്കോൺ ഇന്റർനാഷണൽ ലിമിറ്റഡ് എ സ്റ്റേറ്റ് എന്റർപ്രൈസ് ഓഫ് ഇന്ത്യ. അതായത് ഈ മഹീന്ദ്ര രജപക്സെ ഇവിടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്താണ് കൂടുതൽ ഇവിടുത്തെ റെയിൽവേ വികസനങ്ങളും മറ്റു പരിപാടികളൊക്കെ നടത്തിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു ഇതാണ്. നമ്മുടെ സുഷമ സ്വരാജിൻ്റെ പേരും മറ്റുമൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഹൈ കമ്മീഷണർ ഓഫ് ഇന്ത്യയുടെ പേരുണ്ട്. അങ്ങനെ കുറച്ച് ആളുകളുടെ മഹത് വ്യക്തികളുടെയൊക്കെ പേര് നമുക്കിവിടെ ഒരു ഫലകത്തിൽ ഇങ്ങനെ കാണാൻ സാധിക്കും. ഇവിടെ ഇതുപോലെ തന്നെ മാനുവൽ പരിപാടിയാണ് കണ്ടോ. ആ പുള്ളി ആ കാർഡ് എടുത്ത് മാറ്റി വെക്കും. 5:40 നമുക്ക് വണ്ടിയുള്ളല്ലേ? 5:40 വണ്ടി വെച്ചാൽ 5:30 ആകുമ്പോൾ ടിക്കറ്റ് കൊടുക്കത്തുള്ളൂ. എന്തൊക്കെ പരിപാടിയല്ലേ. ഓരോ സമയം റെഡിയാക്കി വെക്കും. ഇത് സെമി എക്സ്പ്രസ് സ്ലോ ട്രെയിൻ. അതാണ് ഈ ലോക്കൽ ട്രെയിൻ. സ്ലോ ട്രെയിൻ. ഇത് പ്ലാറ്റ്ഫോം നമ്പർ 2. പിന്നെ ഇതിങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഏത് പ്ലാറ്റ്ഫോം ആണെന്ന് ഒക്കെ ഉള്ളത്. നമുക്കിതിപ്പോ സമയം 5:10 നമുക്ക് ഇനിയിപ്പോ 5 മണിക്കൂറോളം തന്നെയുണ്ട് അടുത്ത ട്രെയിൻ ഉള്ളത്. ഇനിയിപ്പോ മറുതാനയിലുള്ള ട്രെയിനാണ് കേട്ടോ. മറുതാന എക്സ്പ്രസ് 540 അപ്പൊ നമ്മള് പോകുന്നത് എക്സ്പ്രസിന് തന്നെയാ. നമുക്ക് AC കിട്ടുമെന്നോ നോക്കാം. കുറച്ച് നേരം കൊണ്ട് നോക്കാം. ഇനിയിപ്പം നാളെ ഉള്ളു ബാക്കിയുള്ള. ഇനി വെളുപ്പിനേ ഉള്ളു. ഞാൻ നോക്കിയ 3:40 കണ്ടായിനി. അയ്യോ തിരക്കായിരിക്കും. ഇവിടെ ടൈം ടേബിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട് കണ്ടോ. അത് തന്നെ. എന്താ മറുദാന സാഗരിക നോട്ട് ഓൺ സാറ്റർഡേ സൺഡേ. ഇന്നെന്തുവാ ഉണ്ടോ വണ്ടി? പുള്ളി പറഞ്ഞ ഉണ്ടെന്നല്ലേ?
ഉണ്ടാവും, പുള്ളി എഴുതി വെച്ചിട്ടുണ്ട് ഉണ്ടാവുമെന്ന്. ഉണ്ടാവും പിന്നെ. ഇത് കണ്ടോ? രത്ന വില്ല ഹോളിഡേ റിസോർട്ട്. ഫോറിനേഴ്സ് ഓൺലി ഫോർ ദ ലോക്കൽ. അത് കൊള്ളാം എന്തായാലും. ഇവിടെയുള്ള ആരും നിക്കാനാ, ഫോറിനേഴ്സിന് മാത്രമേ ഉള്ളത്. ഇതുപോലെ വന്ന് പെടുന്ന ആൾക്കാരെ. അതെ, ആ പുള്ളിയോടെ ചോദിച്ചേ, ഈ 5:57 വണ്ടി ഏതാണ്? ടിക്കറ്റ് കൊടുക്കുന്ന ആളാണ്. ആണോ? ആ, ഇതും മറ്റേ പഴയ ടിക്കറ്റ് തന്നെയാണ്. നമുക്ക് ഓരോ ശ്രീലങ്കൻ ചായ കുടിച്ചാലോ? ആ, റെയിൽവേ സ്റ്റേഷനിൽ പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ഒരു സ്കൂൾ ഗ്രൗണ്ടാ. സ്കൂൾ ഗ്രൗണ്ട്. സമയം ഇപ്പൊ 5 മണിയായി. ഇവിടെ പിള്ളേരെല്ലാം കൂടെ ഓടുന്നു. 5 മണിക്ക് ഡിന്നർ കഴിക്കണം അമ്മ പറഞ്ഞേക്കുന്നത്. ആണോ? എനിക്ക് വിശന്നില്ല. നിന്റെ അമ്മ അങ്ങനെ പറഞ്ഞില്ല? എനിക്ക് വിശന്നില്ല. അത് രണ്ടുപേരുടെ അമ്മ ഒന്നല്ലേ? നിന്നോട് അമ്മ അങ്ങനെ പറഞ്ഞില്ല? ഇല്ല, പറഞ്ഞില്ല. എനിക്ക് വിശന്നില്ല. നേരത്തെ ഡിന്നർ കഴിച്ചാൽ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത്. ഡിന്നർ കഴിച്ചാലോ? വേണ്ട, നോക്കേ, ഇപ്പൊ ഒരു ചായ കുടിക്കാം. ചായ കുടിക്കാൻ കയറുമ്പോഴത്തേക്കും ഇവിടെ ഒരു അപ്പം ചുട്ടോണ്ടിരിക്കുകയാണ്. അപ്പം കല്ല് വെച്ച് ചുടുന്ന കേട്ടോ. അതെ, കണ്ടോ? അപ്പൊ അത് മുട്ട വെട്ട അപ്പവും കിട്ടും, സാധാരണ ഓപ്പോസിറ്റ് കിട്ടും. സാധാരണ മതി. ഈ സാധാരണ അടിക്കാം. ചായ കുടിക്കാൻ പോപ്പസ് കിട്ടും. ഈ സാധനം കണ്ടോ, ഈ ചട്നി ഇത് വെച്ചിട്ടാണ്. മുളക് ചമ്മന്തി അപ്പം. Here hoppers, we call appam. കേരളാസ് ബ്രേക്ക്ഫാസ്റ്റ്. Okay. Appa, okay. അങ്ങനെ ശ്രീലങ്കൻ അപ്പവും മുളക് ചമ്മന്തി. ലോക്കൽ ഫുഡ്. ഇത് കണ്ടോ? ഇങ്ങനെ ഇരിക്കും. കൊള്ളാല്ലേ? നല്ല ഭംഗിയുണ്ടോ കാണാൻ? ഇത് അറ്റം നല്ല ക്രിസ്പി ആയിരിക്കും. ഈ ഭാഗം മാത്രമേ ഉള്ളൂ കുറച്ച് കട്ടിയായിട്ടിരിക്കണം. ഉണ്ടാവുള്ളൂ. ഇങ്ങനെ മനസ്സിലായില്ല. ഇത് വെറുതെ കഴിക്കാൻ ടേസ്റ്റ് ആയിരിക്കും. ഓ, നമ്മൾ അടസോറാമ്പോളം ഉണ്ടാക്കത്തില്ലേ? നീർദോശ. അതേ ടേസ്റ്റ്. ഈ സാധനം നമുക്ക് കഴിച്ചാലും മുളക് ചമ്മന്തി കിടിലൻ. പൊളിയല്ലേ? പൊളിയില്ലേ? കഴിച്ചോട്ടെ. പൊളിയാണ്. ഏകദേശം നമ്മളെ ടേസ്റ്റ് തന്നെയല്ലേ? നമ്മൾ ചായ കുടിക്കാൻ അതെ. ചായ പറഞ്ഞോ? ചായ പറഞ്ഞു. താങ്ക് യു. ശ്രീലങ്കൻ ചായ. നമ്മൾ ഈ ചായക്ക് ഉഴുന്നോടെ മുളക് വെച്ച് കഴിക്കുന്ന പോലെയാണ് ഇവര് വൈകിട്ട് അപ്പം കഴിക്കുന്ന ചായക്ക്. നമ്മൾ ഇത്രയും കഴിച്ച എല്ലാം കൂടെ 480 രൂപ. ഏകദേശം 200 രൂപ. 200 ഇല്ലല്ലോ, അതിൽ കുറവല്ലേ? അതിലും കുറവല്ലേ? ഇവിടുത്തെ കൺവേർഷൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കൊരു ആപ്പില് ഓരോ ദിവസം ഓരോ രാജ്യത്തല്ലേ, പിന്നെ എന്റെ ദൈവമേ, മറന്നു പോവില്ലേ? നിങ്ങൾ എന്താ പറയുന്നേ? 125 രൂപ. 125 രൂപ. ചായ, 2 കുപ്പി വെള്ളം, പിന്നെ 4 അപ്പം. സാധാരണ നമ്മുടെ നാട്ടിൻ അത്രേ ഉള്ളൂ. അതെ. 10 രൂപ. ആ, 10 രൂപ ചായക്ക്. ഒരു അപ്പത്തിന് 10 രൂപ. അത് കൂടുതലാണ് ബേസിക്കലി. എന്നാലും ശ്രീലങ്ക വെച്ച് നോക്കുമ്പോൾ അത് കൂടുതലല്ല. കാരണം ശ്രീലങ്ക ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാലോ. അതെ, ഇതൊരു ഐലൻഡ് കൺട്രിയോ അല്ലേ? അത് മാത്രമല്ല ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ കുറച്ച് പുള്ളി നോക്കുന്നത്. അലുത്തുകമേല് നമ്മൾ തിരിച്ച് വന്നിരിക്കുകയാണ്. അപ്പം കഴിക്കാൻ വന്നതാ. അപ്പത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. ഇത് മറ്റേ ടേൺ ടേബിള്. ഇത് കൊള്ളാലോ. അതെ, ടേൺ ടേബിള്. ഇത് ബ്രിട്ടീഷുകാരുടെ ഏട്ടാ. താഴെ കണ്ട് എഴുതിയിരിക്കുന്നേ. ഇത് അവന്മാരെ കൊണ്ട സാധനമാണ്. കണ്ട് തിരുവനന്തപുരത്ത് ഒരു ടേൺ ടേബിൾ ഉണ്ട്, പക്ഷെ അത് വർക്കിംഗ് അല്ല ഇപ്പൊ. നമ്മളങ്ങനെ കൊളംബോയിൽ അളുത്കമേൽ വന്നിട്ട് നമ്മള് അപ്പം കഴിക്കാൻ വന്നാ. അതെ, അപ്പം കഴിക്കാൻ നമ്മള് അളുത്തുകമയിൽ വന്നാണ്. ഇനി നേരെ തിരിച്ച് ഇവിടെ ടിക്കറ്റ് എടുത്തിട്ട് 5:40 വണ്ടി വരും. ഇവിടെ തിരക്കായല്ലോ. കൊളംബോ സെക്കൻഡ് ക്ലാസ് 2 ടിക്കറ്റ്സ്. അവരത് പഞ്ച് ഇട്ട് തരുന്നേ കണ്ടോ? 300 രൂപ. സെക്കൻഡ് ക്ലാസ് 300 രൂപ. ഈ ടിക്കറ്റ് എവിടെ മൊത്തം? ഓൺലൈൻ ടിക്കറ്റ് ഉണ്ട്. അത് ഏതാ സൈറ്റ് ഒന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല. ഞാൻ കൊറേ നോക്കിയതാ. ഇവരുടെ എന്തോ ഒരു പാരായണം വല്ല വായിക്കുക. രാമായണ പാരായണം വല്ലാണോ ഇനി? മനസ്സിലായില്ലേ? ഈണത്തിലാണല്ലോ വായിക്കണേ. അത് കൊള്ളാം. എന്തായാലും ലങ്കയില് രാമായണം വല്ലാണോ ഇനി? കഴിഞ്ഞു. നമ്മുടെ സംസ്കൃതത്തില് പൂജാരിമാര് മന്ത്രം ജപിക്കുന്നു. അതേപോലെ ഉണ്ട്.
കൊള്ളാം എന്തായാലും. ഇവര് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഇവര് തമിഴ് പറയത്തില്ല ഇനി ആർക്കറിയാം. ഇതിപ്പം മറ്റേ സിംഗള ഭാഷയാണ് പറഞ്ഞത്. തമിഴും ഉണ്ട്, സിംഗളയുണ്ട്, പിന്നെ ഇംഗ്ലീഷും ഉണ്ട്. നമ്മൾ വരുന്നതിന് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ വേറെ വണ്ടി വരുന്നുണ്ട്, കണ്ടോ വരുന്നേ. ഇത് S11 ഡെമോ എന്ന് പറയും. S11 ഡെമോ. ഇത് എനിക്ക് എവിടെ പോകുന്നതെന്ന് അറിയത്തില്ല. S11 എന്നാണ് ഈ ഡെമോന്റെ പേര്. ശരിക്കും ക്രോസിംഗ് ആയിരുന്നു നടന്നത്. അപ്പുറത്തെ വണ്ടിയുടെ കിടപ്പുണ്ട്. അപ്പൊ ഇനി ഈ വണ്ടി വന്നിട്ട് ഇനി തിരിച്ചു പോകത്തുള്ളൂ മറ്റേ വണ്ടി. ഇത് പഴയതാ. ഇത് നോക്കി എന്താ ആൾക്കാരാന്ന് നോക്കിയേ. അയ്യോ കുത്തി നിറച്ച ആൾക്കാരാ. അടിപൊളി. ഇതില് സെക്കൻഡ് ക്ലാസ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു കേട്ടോ. സെക്കൻഡ് ക്ലാസ് ഒന്നും ഇല്ല. ഇത് എന്തായാലും കൊള്ളാം. ഇത് ഇവിടുത്തെ ലോക്കൽ ട്രെയിൻ ആയിരിക്കും മിക്കവാറും. മുംബൈ ലോക്കലുകളുണ്ട് ഇവിടെ. ഏതാണ്ട് ട്രെയിനിൽ വിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടാ. എന്തോ വിൽക്കുന്നത്? ഉണ്ട്. ഫോറിനേഴ്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അതെ. എന്താ വടയാണോ? എന്തോ പരിപ്പോടയാണോ? എന്തോ അത്? ഒരു പ്ലേറ്റ് വാങ്ങ. എന്നാ ചാതനും തമ്പി? പരിപ്പടാണോ? പരിപ്പടയുടെ ഷേപ്പ് വേറെ എന്നേ ഉള്ളൂ. ഇത് പ്രോൺസ് ആണ്, കണ്ടില്ലേ? പ്രോൺസിന്റെയും പരിപ്പടയും കൂടെ ഉള്ള ഒരു സങ്കരയോഗം പറഞ്ഞിരിക്കുന്നേ. പരിപ്പൂട നമ്മുടെ കേരളമായിട്ട് ഒത്തിരി സാമ്യം ഉണ്ടല്ലോ ഫുഡ്. പരിപ്പൂട ഷേപ്പ് മാത്രം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, ഈ ട്രെയിനില് നമുക്കിങ്ങനെ പിടിക്കാതെ നിൽക്കാൻ പറ്റത്തില്ല. കാരണം ഇത് തടിയുടെ സ്ലീപ്പർ ആയതുകൊണ്ട് നമുക്ക് ട്രാക്കിന് ഭയങ്കര ചെറുക്കാണ്. ട്രാക്കെന്നല്ല, ട്രെയിനിന് ഭയങ്കര ചെറുക്കാണ്. അപ്പോൾ ഭയങ്കര ഇങ്ങനെ ട്രെയിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കോച്ചിങ്ങനെ ആടി മറിയും ഇങ്ങനെ. അപ്പോൾ നമ്മൾ പിടിക്കാൻ നിൽക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ താഴെ വീഴും. എടുക്കാൻ വേണ്ടി നമ്മളോട് പറയാതെ പുള്ളി വീട്ടിൽ പോയി. സമയം 6:20 ആയതേ ഉള്ളൂ. ഇവിടെ നേരത്തെ ആയിരുന്നു. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു കടലിനോട് ചേർന്നുള്ള സ്ഥലമില്ല, ഫുള്ളി പാക്ഡാണ്. എനിക്ക് മുംബൈ ലോക്കൽ. നിന്ന് ക്ഷീണിച്ച് നമ്മൾ ഇവിടെ നിലത്തിരിക്കുകയാണ് ഗൈസ്. വേറെ വഴിയില്ല. നമ്മൾ മാത്രമല്ലടാ, നമ്മളെപ്പോലെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പുറകില് 2 വിദേശ വനിതയും വിദേശ യുവാവും. അവർ ഇത്ര നേരം താഴെ ഇരിക്കുകയായിരുന്നു. അവർ പേണീറ്റ്. നമ്മൾ മാത്രമേ ഇരിക്കുള്ളൂ, ബാക്കി ആരും ഇരിക്കത്തില്ല. ലോക്കൽസ് ഇരിക്കൂല. അതല്ല, നമ്മുടെ നാട്ടിൽ നമ്മൾ ഇരിക്കുവോ? ഇല്ലല്ലോ, നമുക്ക് നാണക്കേടല്ലേ. അതുപോലെ തന്നെ അവരുടെ നാട്ടിലും അവരിരിക്കൂല. ഇവിടെ നമ്മളെ ആർക്കും അറിയില്ലല്ലോ. സോ നെവർ മൈൻഡ്. അപ്പൊ നമ്മൾ എത്താറായി ഏകദേശം. ഇനിയുണ്ട് 1/2 മണിക്കൂർ കൂടി. മടുത്ത് എത്തുന്നില്ല, 7:30 മടുത്ത്. അയ്യോ, അങ്ങനെ ലാസ്റ്റ് കൊളംബോയിൽ നമ്മളെത്തി. കൊളംബോ ഫോർട്ടില് 2 മണിക്കൂർ നിന്ന് ഗൈസ്. ഈ ട്രെയിനിൽ കൂടെ കയറി അപ്പുറത്തിറങ്ങാം പ്ലാറ്റ്ഫോമിൽ. കൊള്ളാമല്ലോ പരിപാടി. കറക്റ്റ് മുംബൈ ലോക്കലുണ്ടായിരുന്നല്ലേ? അശ്ശടാ, എന്തൊരു തള്ളാണോ. തിരിച്ചു പോകാൻ നേരത്തെ ടിക്കറ്റ് വേണ്ടി ഈ പുള്ളിയെ കൊടുക്കണം കേട്ടോ. ടിക്കറ്റ് കൊടുത്തില്ലെങ്കിൽ എന്ത് ഫൈൻ അടിക്കുമായിരിക്കും. കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. എന്തായാലും മെയിനായിട്ട് ടിക്കറ്റ് ഉണ്ടോ നോക്കാൻ വേണ്ടി നമ്മള് നമ്മുടെ ഹോട്ടലിന്റെ അടുത്തുള്ള സെക്രട്ടേറിയറ്റ് ഹാളിൽ അവിടെ നിർത്തിയത്. അവിടെ നിറങ്ങിയ 200 മീറ്റർ ഉള്ളൂ. പക്ഷേ വെള്ളമൊക്കെ വാങ്ങിക്കണം, ഭക്ഷണം കഴിക്കണം, ഫുഡ് കഴിക്കണം. അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉള്ളതാണ്. നമ്മൾ കൊളംബോ പോർട്ട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങി ഗൈസ്. ഫുഡ് മമ്മം കഴിക്കാൻ പോകും. ഇത് അൽബാത്ത ഹോട്ടൽ അല്ലേ? അൽബാത്ത
എവിടെ ഇതാണ് വെടിയും പുകയും. അപ്പൊ ഇതാണ് കൊട്ടു, അതായത് നമ്മുടെ കൊത്തു പൊറോട്ട. അത് തന്നെ സാധനം, വേറെ വ്യത്യാസമൊന്നുമില്ല. സൂപ്പർ ആയിട്ടുണ്ടോ? ചില്ലി ഫ്ലേക്സ്, ചിക്കൻ ഉണ്ട്, പിന്നെ പൊറോട്ടയാണ്, റൊട്ടിയാന്ന് തോന്നുന്നു. റൊട്ടി അല്ലേ? റൊട്ടി, പൊറോട്ട, പിന്നെ ഈ സവാള, പിന്നെ അങ്ങനത്തെ സാധനങ്ങളെല്ലാം അരിഞ്ഞിട്ട് കൊട്ടി ഉണ്ടാക്കുന്ന സാധനം നമ്മുടെ കൊത്തു പൊറോട്ട. ഇതെന്തോ ഗ്രേവിയാ തന്നിരിക്കുന്നത്. ഇവിടെ ഊബർ വിളിച്ചിട്ടൊന്നും വരാത്തതുകൊണ്ട് നമ്മൾ അല്ലാണ്ട് ഓട്ടോ പറഞ്ഞു. ഇവിടെ ചെറിയ ദൂരമായതുകൊണ്ട് ആൾക്കാർക്ക് വരാൻ വയ്യ, മടിയന്മാരാണ്. 100 രൂപ. ഇവിടെ 100 രൂപയാണ് ഇവിടെ മിനിമം ചാർജ്. നമ്മൾ നിൽക്കുന്ന ഹോട്ടലിന്റെ പേരെന്തായാലും വെറൈറ്റി ആണ്. ഗലദാരി ഹോട്ടൽ. ഗലദാരി ഹോട്ടൽ. ഓട്ടോ ചേട്ടൻ ഗലദാരി കേട്ടോ. ആ ഓട്ടോ ചേട്ടൻ മീറ്റർ ഓടിച്ചു വന്നു 100 രൂപ. നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാനായിട്ട് മാന്യനാ. മുമ്പേ അല്ല അത് അങ്ങനെ വളരെ ആൾക്കാര് വളരെ കുറവ്, 1 കിലോമീറ്റർ താഴെ അല്ലേ ഉള്ളൂ. ഞാൻ എത്ര ചോദിച്ചപ്പോ മീറ്റർ എന്ന് പറഞ്ഞു. 100 രൂപ ആയുള്ളൂ. 100 എന്ന് പറഞ്ഞാൽ നമ്മുടെ 25 രൂപ മിനിമം ചാർജേ ഉള്ളൂ. ചില ആൾക്കാർ അങ്ങനെ വരും, ചില ആൾക്കാർ അങ്ങനെ വരില്ല. ട്രെയിൻ ജേർണി ഒക്കെ അടിപൊളിയായിരുന്നു അല്ലേ? ഇല്ലേ ബ്രോ? സൂപ്പർ പരിപാടി. ഇങ്ങോട്ട് വരുന്നതാണ് ശരിക്കും പറഞ്ഞാല് ക്ഷീണമായിപ്പോയി. നടന്നു. അല്ല അങ്ങോട്ട് നമ്മള് പോയത് നമ്മുടെ നാട്ടിലെ വേണാട് പോലത്തെ ഒരു ഇന്റർസിറ്റി വണ്ടിയായിരുന്നു. ഇങ്ങോട്ട് വരാനിത് നമ്മള് വന്നത് നമ്മുടെ നാട്ടിലെ ഏത് വണ്ടിയാ? അതുപോലത്തെ ഒരു ജനശതാബ്ദി അല്ല, സാധാ ഒരു എല്ലാം അൺറിസർവ്ഡ് ആയിട്ടുള്ളൊരു ഇതിലായിരുന്നു നമ്മൾ വന്നത്. ജനശതാബ്ദി കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ജനശതാബ്ദിയിലെ 8 ഇതാവാരുന്ന പരിപാടി എന്തായാലും. അപ്പം ഈ കോസ്റ്റൽ ലൈനേക്കുള്ള ഒരു ട്രെയിൻ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അടിപൊളിയാണ്. ശ്രീലങ്കയ്ക്ക് ആരെങ്കിലും വരുവാണെങ്കിൽ കോസ്റ്റൽ ലൈനിൽ കൂടെ ഗാലയാണ് ഗോളം ഗോൾ പോണം. ഗോൾ വരെ പോയില്ലെങ്കിലും കുഴപ്പമില്ല. അതിനു മുമ്പുള്ള മറ്റേ സ്റ്റേഷൻ പേരുന്നായിരുന്നു മറന്നുപോയല്ലോ. അലുത്തുഗാമ. അവിടെ വരെ ആയാലും പോയാൽ മതി. അലുത്തുഗാമ. ഇത് നാളെ വേറെ കിടിലൻ ട്രെയിൻ യാത്ര നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ടെക് ട്രാവലിംഗിലായിരിക്കും വരുന്നത്. അപ്പൊ കാണുക. ബൈ.